ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് അത്താണ്. അപ്പോൾ നമ്മുടെ സൗമ്യ പൂ പറിക്കാനൊക്കെ ആയിട്ട് പുറത്ത് പോയേക്കാണ്. പൂ കിട്ടിയാവോ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പാലൊക്കെ എടുത്തിട്ട് മോന് ഉള്ള പാലൊക്കെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ പോന്നു. അവളിങ്ങനെ വഴിയരികിൽ നിന്ന് പൂവൊക്കെ പറിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ആൾക്കാരൊക്കെ ആരെങ്കിലുമൊക്കെ പിടിച്ച് കിട്ടിയിട്ടോന്നും അറിയില്ല. വന്നിട്ടുണ്ട്, കുറേ പൂവൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പൂവൊക്കെ കിട്ടിയാ? കുറേ ഉണ്ടല്ലോ അത്. അപ്പോൾ സൗമ്യക്ക് കുറേ പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങാനൊന്നും പോയില്ല കേട്ടോ. പൂവ് നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ അടുത്തുള്ള പറമ്പുകളിലൊക്കെയുള്ള പൂക്കളൊക്കെയാണ് സൗമ്യ പൊട്ടിച്ചിട്ട് വന്നിട്ടുള്ളത്. അടിച്ച് വൃത്തിയാക്കാണ് നമുക്ക് പൂക്കളിടാനുള്ള ഭാഗത്തേക്ക്. അപ്പം നമ്മൾ ഇന്നലെ വരെ ഇടണമെന്ന് ഇല്ലയെന്ന് അത്തടന്ന് പൂക്കളിടണില്ല എന്ന് വിചാരിച്ചിരുന്നായിരുന്നു. രാവിലെ ആയപ്പോൾ എനിക്ക് ഇടണമെന്ന് ആഗ്രഹം തോന്നി. അപ്പം ഞാൻ പൂ പറിക്കാനായിട്ട് പോകാൻ നിന്നാ. അപ്പോൾ സൗമ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കുളിച്ച് റെഡിയായിട്ട് പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പൂക്കളിടാനുള്ള ഇതിലേക്ക് അടിച്ചു വരാം. അപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്താണെന്നുണ്ടെങ്കിൽ അമ്മൂമ്മയാണ്, അതായത് എൻ്റെ അമ്മൂമ്മയാണ് വീട്ടിൽ പൂക്കളിട്ടിരുന്നത്. അമ്മാമ്മ സാധാരണ രീതിയിൽ ചാണകമൊക്കെ രാവിലെ പോയി എടുത്തുകൊണ്ടെന്ന് അടുത്തുള്ള വേലികളിൽ നിന്നൊക്കെ പൂക്കളൊക്കെ പറിച്ചിട്ട് പൂക്കൾ ഇടായിരുന്നു. അതായിരുന്നു പതിവ്. പിന്നീട് എൻ്റെ ഫാദറായിപ്പോൾ മറ്റേ ഉപ്പ് കളത്തിൻ്റെ ആ ഒരു സ്റ്റൈലിലായി. പക്ഷേ ആൾക്ക് കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് ആൾക്ക് കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുകളായിരുന്നു കേട്ടോ കൂടുതലിട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ മറ്റേ പുറമേ നിന്ന് വരുന്ന പൂക്കളൊക്കെ കാശ് കൊടുത്ത് മേടിച്ചിട്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ അടുത്തുള്ള വേലികളിൽ നിന്നും പറമ്പുകളിൽ നിന്നൊക്കെ സൗമ്യ രാവിലെ പോയിട്ട് പറിച്ചു കൊണ്ടുവന്ന പൂക്കളാട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു കൊച്ചു പൂക്കളാടാന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വരുന്ന ആളെ വേഗം വേണമെങ്കിൽ കണ്ടോ കേട്ടോ. ഡാ എന്നിട്ട് കാണിക്കുന്നേ കുറുമ്പ്. ഡാ കണ്ടോ, ഗേറ്റ് ചിരി തുറന്നാൽ മതി. അപ്പോൾ അപ്പുറത്തേക്ക് പോകാൻ നോക്കാം. കുറ്റി ഞാനിട്ടുണ്ട്. കുറ്റിയൊക്കെ ഇടുന്നു. ആരപ്പോൾ ഇവിടെ കുറ്റി ഇടാനൊക്കെ നിൽക്കണത് നോക്കി നിങ്ങൾ. ഭയങ്കര അടിച്ചു വരില്ല. ഇതിൻ്റെ അമ്മ പോലും ഇത്ര അധികം അടിച്ചു വരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇതാ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാനുള്ള പ്ലാനാണ് ആശ. പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള ചാണകം കുഴച്ചെടുക്കാം കേട്ടോ. ചാണകവും സൗമ്യ പോയി എടുത്തുകൊണ്ട് വന്നാൽ കേട്ടോ. അത് കുഴക്കുകയാണ്. നമ്മളങ്ങനെ ചാണകം വെച്ച് പരത്തിയിട്ടാണ് അതിലാണ് കേട്ടോ പൂക്കളിടുന്നത്. നമ്മൾ പഴയ രീതിയിൽ തന്നെ ആണ്. നമ്മുടെ വീട്ടിൽ തൃശ്ശൂർ വീട്ടിലൊക്കെ ഒന്നും നമ്മളങ്ങനെയല്ല ഇടുന്നു കേട്ടോ. സാധാരണ കളമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇടല പതിവ്. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ സാധാരണ പഴയ രീതിയിലുള്ള ഇതിലാണ് ഇടുന്നത് കേട്ടോ പൂക്കൾ. അട്ടത്തിന് അപ്പോൾ നമ്മുടെ കൊച്ചു പൂക്കളിവിടെ ഇട്ടുകൊണ്ടിരിക്കട്ടെ സൗമ്യ. ഇനി പൂർണ്ണമായിട്ട് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുക്കാം കേട്ടോ. കാരണം എനിക്ക് പുറത്ത് പോകേണ്ട കാര്യമുണ്ട്. മാർക്കറ്റിൽ പോകണം, മീൻ മേടിക്കാൻ. സൗമ്യ അപ്പോൾ പൂക്കളിടുന്ന സമയത്ത് നമ്മൾ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരുന്നതായാലും മാർക്കറ്റിൽ പോയിട്ട് മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളത് ഇന്ന് നമുക്ക് വാങ്ങിച്ചിട്ടുള്ള മീനാണ് കേട്ടോ അത്. അപ്പോൾ ഇതിനകത്ത് മത്തിയുണ്ട്, കൊയ്യാളിയുണ്ട്. പൂക്കളെ ഇവിടം വരെ ഒന്ന് നോക്കിയിട്ട് വരാം. സൗമ്യത ഇവിടെ പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കൊച്ചു പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ ഈ പൂക്കളത്തിനെ കുറിച്ചുള്ള അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും അത്താശംസകൾ നേരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടാ. ബൈ.